ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. മാർച്ച് 19 പ്രത്യേകത നിങ്ങൾക്കറിയാം, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ്. പേഴ്സണലി സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ ആ സന്തോഷം നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ യൗസേപ്പ് പിതാവ്, നമുക്കറിയാം നിങ്ങളുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഈ ഒരു കുഞ്ഞു സ്റ്റാച്യു ഉണ്ടാവും അല്ലേ, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഈ സ്റ്റാച്യു ഉണ്ടാവും. ആ, ഈ ഒത്തിരി ഫ്രാൻസ് മാർപ്പാപ്പയൊക്കെ ഒത്തിരി നമ്മളോട് ഈ ഒരു സ്റ്റാച്യുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. ഈ യോസേപ്പ് പിതാവിൻ്റെ ഈ സ്റ്റാച്യുവിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നിയോഗങ്ങളൊക്കെ എഴുതിയിട്ട് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചതിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനത്തെ സാക്ഷ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയാനുണ്ടാകും. ഇന്ന് മാർച്ച് 19 വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താ കാര്യം എന്നറിയോ? നമ്മൾ ഈ ഗുഡ് നൈറ്റ് ടോക്ക് ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോ നമുക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയെങ്കിൽ ശരിക്കും ഇത് നമ്മുടെ ഫീസ്റ്റ് ഡേ ആണ്. യോസേപ്പ് പിതാവിൻ്റെ ഫീസ്റ്റ് ഡേ ഈ ഗുഡ് നൈറ്റ് ടോക്ക് കൂടുന്ന എല്ലാവരുടെയും ഫീസ്റ്റ് ഡേ ആണ്. അപ്പം നമുക്ക് പരസ്പരം വിഷ് ചെയ്യാം. യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ സ്റ്റാച്യുവിൽ, ഈ കുഞ്ഞ് സ്റ്റാച്യുവിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ യോസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെയധികം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ പൊന്നെ യോസേപ്പ് പിതാവെ നന്നായിട്ട് കിടന്നുറങ്ങാൻ ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ഗുഡ് നൈറ്റ് ടോക്ക് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ വചനമൊക്കെ കേട്ട് നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങണമെന്ന്. യോസേപ്പ് പിതാവ് എന്നെ കൂളായിട്ടാണ് കിടന്നുറങ്ങിയെന്ന് ചിന്തിച്ച് നോക്കിയേ. ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാം തരം സ്വപ്നമൊക്കെ കണ്ട്, നമ്മളും കാണും ചില സ്വപ്നങ്ങളല്ലേ, വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ താഴേക്ക് വീഴുന്നു, താഴെ എത്തുന്നില്ല, അങ്ങനത്തെ സ്വപ്നമൊക്കെയാണ് കാണുന്നത്. ഈ സ്ലീപ്പ് സയൻറ്റിസ്റ്റുകളൊക്കെ ഈ ഉറക്കത്തെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ പറയുന്നതാണ്, നല്ല ഉറക്കത്തിൻ്റെ അടയാളം നേരം വെളുക്കുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഒരു ചുളുക്കമില്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയെന്നാണ്. കേട്ടോ, നന്നായിട്ട് ഉറങ്ങിയതിൻ്റെ അടയാളം ബെഡ്ഷീറ്റിനൊരു ചുളുക്കം പോലും ഇല്ലയെന്ന്, ക്ലീനായിട്ട് കിടക്കാം. ഇന്ന് നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ എവിടുന്നാണ് തപ്പിയെടുത്തതെന്ന് തമ്പുരാനും മാത്രം അറിയാം. യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കണം, ബെഡ്ഷീറ്റ് ചുളുങ്ങാതിരിക്കാനല്ല, നന്നായിട്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങുക. എന്ന് വെച്ചാൽ നല്ല കാണുവാണെങ്കിൽ നല്ല ഒന്നാന്തരം സ്വപ്നവും. യോസേപ്പ് പിതാവ് കണ്ട സ്വപ്നമൊക്കെ കണ്ടില്ലേ, ഇത് കർത്താവിൻ്റെ ഈശോയ്ക്ക് പേരിടണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെയാണ്, ദൂതൻ്റെ വാക്കുകളൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു വലിയ മാതൃകയായിട്ട് യോസേപ്പ് പിതാവ് കാണിച്ചു തരുന്നതിനെ അറിയോ? ഈ കണ്ടത് സ്വപ്നമാണേലും അത് ഉറക്കത്തിൽ കണ്ടതാണേലും കർത്താവിൻ്റെ വാക്കാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അനുസരിച്ച് ചാടിത്തുള്ളി ഇറങ്ങുകയാണ്. നമുക്ക് പലപ്പോഴും ഇപ്പോൾ കർത്താവ് നേരിട്ട് വന്ന് സംസാരിച്ചാൽ പോലും വിശ്വസിക്കാൻ മടിയാണ്. വചനം പറഞ്ഞ് നമ്മൾ കേട്ടോണ്ടിരുന്നാലും നമുക്കതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. യോസേപ്പ് പിതാവ് നമുക്ക് കാണിച്ചിരുന്നത് എന്നാണെന്നറിയോ? നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് മാത്രമല്ല, സ്വപ്നം കാണുക എന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ സംസാരിച്ചത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ണും പൂട്ടി അത് അനുസരിക്കാനുള്ളൊരു ശക്തി, ഒരു ആത്മധൈര്യം കൂടെ യോസേപ്പ് പിതാവിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ ഫീസ്റ്റ് ഡേ ആണ്, ഗുഡ് നൈറ്റ് ടോക്കുകാരുടെ ഫീസ്റ്റ് ഡേ ആണ്. യോസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നന്നായിട്ട് ഉറങ്ങാൻ മാത്രമല്ല, സ്വപ്നം കാണാൻ മാത്രമല്ല, കർത്താവിൻ്റെ സ്വരം കേൾക്കാനും, അത് ഉറക്കത്തിൽ പോലും കർത്താവിൻ്റെ സ്വരം കേൾക്കാനും, ഒപ്പം തന്നെ അതനുസരിക്കാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം നിങ്ങളെ ശാന്തമാക്കട്ടെ. ഒരു നല്ല അപ്പൻ്റെ കെയർ യോസേപ്പ് പിതാവ് നമുക്കെല്ലാം തരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.